Very good morning to all. So, in the last class, we have seen about the common source amplifier with active load. അപ്പോൾ എന്തിനായിരുന്നു നമ്മളൊരു കോമൺ സോഴ്സ് ആംപ്ലിഫയറിൽ ഒരു ആക്റ്റീവ് ലോഡ് യൂസ് ചെയ്യുന്നത്? അതായത് നമ്മുടെ ഐ സിയുടെ കേസിൽ വി ഷുഡ് ഹാവ് എ കോമ്പാക്ട് ഐ സി ആൻഡ് ഓൾസോ പവർ കൺസംഷനും വളരെ കുറവായിരിക്കണം. സോ ആ ഒരു കേസിൽ നമ്മൾ ഈ പറയുന്ന കോമൺ സോഴ്സ് ആംപ്ലിഫയറിലുള്ള പാസീവ് കോമ്പണൻസ് നമ്മൾ ഈ ആക്റ്റീവ് കോമ്പണൻസ് ആയിട്ടുള്ള മോസ്ഫെറ്റോ അല്ലെങ്കിൽ മോസ്ഫെറ്റ് സർക്യൂട്ട്സോ വെച്ച് റീപ്ലേസ് ചെയ്യും. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് കോമൺ സോഴ്സ് ആംപ്ലിഫയർ വിത്ത് കറണ്ട് സോഴ്സ് ലോഡ്. അതായത് നമ്മുടെ ഈ പാസീവ് കോമ്പണൻസിന് പകരം നമ്മളൊരു കറണ്ട് സോഴ്സ് ലോഡ് കറണ്ട് സോഴ്സ് ലോഡ് ആക്റ്റീവ് ലോഡായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാണാം. Okay, so we have seen this is the common source amplifier circuit. Here you can see a passive resistor RD is there, drain resistance. So this drain resistance will be replacing by a active load which is a current source. Okay, അപ്പോൾ ഈ drain resistance ആയ RD നമ്മൾ ഒരു current source വെച്ചിട്ട് replace ചെയ്യാണ്. Okay, so ഈ current source ഐഡിയൽ ആവുന്ന കേസിൽ നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, അതായത് നമ്മളിവിടെ ഡ്രെയിൻ റെസിസ്റ്റൻസ് ആർ ഡി റീപ്ലേസ് ചെയ്യാണ്. എന്തിനാണ് റീപ്ലേസ് ചെയ്യുന്നത്? വിൽ ബി റീപ്ലേസിങ് ദിസ് ഡ്രെയിൻ റെസിസ്റ്റൻസ് ആർ ഡി വിത്ത് ആൻ ആക്റ്റീവ് ലോഡ്. ആ ആക്റ്റീവ് ലോഡാണ് ഇവിടെ കറണ്ട് സോഴ്സ്. ഓക്കെ, ആ കറണ്ട് സോഴ്സ് ആയ ആക്റ്റീവ് ലോഡ് കൊണ്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്കുള്ള അഡ്വാൻറ്റേജ്? ഒന്ന്, നമ്മുടെ കോമ്പാക്ട് സൈസ് ആവും. ഓക്കെ, സെക്കൻഡ് വൺ, പവർ കൺസംഷൻ കുറയുകയും ചെയ്യും. ഓക്കെ, ഇനി ഈ റീപ്ലേസ് ചെയ്യുന്ന കറണ്ട് സോഴ്സ് ഇഫ് ഇറ്റ് ഈസ് ആൻ ഐഡിയൽ കറണ്ട് സോഴ്സ് വിൽ ബി ഹാവിംഗ് സം അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് വൺ ഈസ് ബയാസിംഗ് കറണ്ട് ഓഫ് ദ സർക്യൂട്ട് വിൽ ബി ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. അതായത് ഇവിടെ ഈ ഒരു സർക്യൂട്ടിലുള്ള ബയാസിംഗ് കറണ്ട് ഇറ്റ് വിൽ ബി ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് വൺ അഡ്വാൻറ്റേജ് ഇഫ് യു ആർ റീപ്ലേസിംഗ് കറണ്ട് സോഴ്സ് ആസ് ആൻ ഐഡിയൽ. അതായത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കറണ്ട് സോഴ്സ് ഒരു ഐഡിയൽ കറണ്ട് സോഴ്സ് ആവുന്ന സമയത്ത് the biasing current of the circuit will be independent of temperature. And second one is നമ്മൾ സ്മോൾ സിഗ്നൽ അനാലിസിസ് നടത്തുന്ന സമയത്ത് എ സി ഇക്വലന്റ് സർക്യൂട്ട് വരക്കും അല്ലേ? ഓക്കെ, സോ ആ എ സി ഇക്വലന്റ് സർക്യൂട്ട് വരക്കുന്ന സമയത്ത് ദിസ് ഐഡിയൽ കറണ്ട് സോഴ്സ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ആൻ ഓപ്പൺ സർക്യൂട്ട്. അതായത് എ സി നമ്മൾ സ്മോൾ സിഗ്നൽ അനാലിസിസ് നടത്തുന്ന സമയത്ത് എ സി ഇക്വലന്റ് സർക്യൂട്ട് വരക്കും. ആ എ സി ഇക്വലന്റ് സർക്യൂട്ട് വരക്കുന്ന സമയത്ത് ഐഡിയൽ കറണ്ട് സോഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ we can replace it by an open circuit. ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ആർ ഡി എന്ന് പറയുന്ന റെസിസ്റ്റൻസ് നമ്മൾ ഒരു ആക്റ്റീവ് ലോഡായ കറണ്ട് സോഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്തു. ഓക്കെ, ആ കറണ്ട് സോഴ്സ് ഐഡിയൽ ആവുന്ന കേസിൽ ഓക്കെ നമ്മൾ അതിന്റെ എ സി ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ എ സി ഇക്വലന്റ് സർക്യൂട്ട് വരക്കുമ്പോൾ നമ്മൾ എന്താണ് നേരത്തെ കണ്ടത്? ഡി സി സോഴ്സ് ഉള്ളിടത്തൊക്കെ എന്ത് ചെയ്യും? നമ്മൾ ഷോർട്ട് ചെയ്യും, ദെൻ ഗ്രൗണ്ട് ചെയ്യും. ഓക്കെ, എവിടെയൊക്കെ ഡി സി സോഴ്സസ് ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ ഗ്രൗണ്ട് ചെയ്യും. അപ്പൊ എന്താ, ഈ ഒരു വി ഡി സി എന്ന് പറയുന്ന കോമ്പണന്റ് ഉണ്ടാവില്ല, ഇറ്റ് വിൽ ബി മേഡ് ആസ് ഗ്രൗണ്ട്. അതുപോലെ വി ഡി ഡി എന്ന് പറയുന്നത് ഉണ്ടാവില്ല, അത് നമ്മൾ എന്ത് ചെയ്യും? ഗ്രൗണ്ട് ആയിട്ട് മാറ്റും. അതുപോലെ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഐഡിയൽ കറണ്ട് സോഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ഓപ്പൺ സർക്യൂട്ട്. സോ അതിന്റെ എ സി ഇക്വലന്റ് സർക്യൂട്ട് എങ്ങനെ ഉണ്ടാവും? അതായത് ഇവിടെയുള്ള കറണ്ട് സോഴ്സ് ഒരു ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് റീപ്ലേസ് ചെയ്തു. ഓക്കെ, അതുപോലെ ഇവിടെയുള്ള വി ഡി 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 സി സോഴ്സ് ആണ്, അതിനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്തു. അതുപോലെ ഇവിടെയുള്ള വി ഡി സി അതും നമ്മൾ ഗ്രൗണ്ട് ചെയ്തു. സോ ദിസ് ഈസ് ദ എ സി ഇക്വലന്റ് സർക്യൂട്ട് വെൻ വി ആർ റീപ്ലേസിംഗ് the drain resistor RD by a current source which is an ideal current source ആയിട്ട് replace ചെയ്യുന്ന സമയത്ത്. So this is the AC equivalent circuit if you are using an ideal current source. Okay, so ഇതായിരുന്നു നമ്മുടെ AC equivalent circuit. ഓക്കെ, അപ്പോൾ അതിന്റെ സ്മോൾ സിഗ്നൽ മോഡൽ നമ്മൾ വരക്കുകയാണെങ്കിൽ അതെങ്ങനെ വരും? സ്മോൾ സിഗ്നൽ മോഡൽ എങ്ങനെ വരും നോക്കുക. ഓക്കെ, അപ്പോൾ എന്താ, ആദ്യം നമ്മുടെ ഒരു എ സി സോഴ്സ് ഉണ്ട്. ഓക്കെ, എ സി സോഴ്സ് ഈസ് ദർ. ദെൻ എന്താ, നമ്മുടെ മോസ്ഫെറ്റ് ആണ് വരുന്നത്. അതിന്റെ സ്മോൾ സിഗ്നൽ മോഡൽ എന്ന് പറയുമ്പോൾ ഓക്കെ, ദിസ് ഈസ് ഈ വോൾട്ടേജ് എന്തായിരിക്കും? ദിസ് ഈസ് ദ വോൾട്ടേജ് വി ജി എസ്. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഗേറ്റ്. ഓക്കെ,
പിന്നെ ഇവിടെ എന്താ ഈ സൈഡിൽ വന്നിട്ട് നമുക്കൊരു current source will be there. Okay, this will be gm into vgs. Okay, then this is the drain terminal, this is the source terminal, it will be grounded. Okay, ഇനി എന്താ ഇവിടെ വേറെ റെസിസ്റ്റൻസും കാര്യങ്ങളൊന്നുമില്ല, കാരണം ഇതൊരു ഓപ്പൺ സർക്യൂട്ട് ആണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ മോസ്ഫെറ്റിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഡ്യൂ ടു ചാനൽ ലെങ്ത് മോഡുലേഷൻ. ഓക്കെ, ഇറ്റ് വിൽ ബി R0. ഓക്കെ, വേറെ റെസിസ്റ്റൻസും ഒന്നുമില്ല. ഹിയർ ഇറ്റ് വിൽ ബി ദ ഔട്ട്പുട്ട് V0. ദിസ് ഈസ് ദ ഔട്ട്പുട്ട് V0, ദിസ് ഈസ് Vi. സോ ഈ ഒരു AC ഇക്വലന്റ് സർക്യൂട്ടിന്റെ സ്മോൾ സിഗ്നൽ മോഡലാണ് ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം Vi എന്ന് പറയുന്നത് Vi will be equal to എന്തായിരിക്കും? VGS ആണ് അല്ലേ? Vi ആണ് ഈ VGS. ഓക്കെ, അതുപോലെ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 which will be equal to minus ID into R0. മൈനസ് ID, അതായത് ഇതാണ് നമ്മുടെ ID. ID ഇവിടെ എന്താ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. സോ ID into R0 എന്ന് എഴുതാം. ഓക്കെ, ID എന്താ? GM into VGS അല്ലേ? ID is equal to GM into VGS. സോ GM into VGS into R0 എന്ന് കിട്ടും നമുക്ക് V0. ഗെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം AV. ഗെയിൻ AV is equal to V0 by VI ആണ് അല്ലേ? V0 by VI ആണ്. V0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് മൈനസ് GM into VGS into R0 ഡിവൈഡഡ് ബൈ VI എന്ന് പറഞ്ഞാൽ എന്താ? VGS ആണെന്ന് നമുക്കറിയാം. VGS. ഓക്കെ, VGSും ക്യാൻസൽ ചെയ്ത് പോയി. സോ നമുക്ക് എഴുതാം ഗെയിൻ AV, വോൾട്ടേജ് ഗെയിൻ AV is equal to മൈനസ് GM into R0 മൈനസ് GM into R0. GM എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ് കണ്ടക്ടൻസ് ആണ്. R0 എന്ന് പറഞ്ഞാൽ ഈ മോസ്ഫെറ്റിന്റെ റെസിസ്റ്റൻസ് ഡ്യൂ ടു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഡ്യൂ ടു ചാനൽ ലെങ്ത് മോഡുലേഷൻ. സോ ഗെയിൻ AV is equal to മൈനസ് GM into R0 എന്ന് നമുക്ക് കിട്ടി അല്ലേ? AV വോൾട്ടേജ് ഗെയിൻ AV is equal to മൈനസ് GM into R0. സോ ഈ ഇവിടെ നിങ്ങൾക്ക് കാണാം, അതായത് നോർമലി നമ്മുടെ ഇഫ് യു ആർ യൂസിങ് ദ റെസിസ്റ്റൻസ്, ഡ്രെയിൻ റെസിസ്റ്റൻസ് RD ആയിരുന്ന സമയത്ത് ഗെയിൻ എന്തായിരുന്നു? ഗെയിൻ AV is equal to മൈനസ് GM into R0 പാരലൽ RD ആയിരുന്നു അല്ലേ? R0 പാരലൽ RD ആയിരുന്നു. ഓക്കെ, നോർമൽ കേസിൽ വെൻ വി ആർ യൂസിങ് ഡ്രെയിൻ റെസിസ്റ്റൻസ്, ആ ഒരു കേസിൽ ഗെയിൻ AV is equal to മൈനസ് GM into R0 പാരലൽ RD അതായിരുന്നു. ഓക്കെ, നമ്മൾ എന്താ ഒരു ഐഡിയൽ കറണ്ട് സോഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഗെയിൻ AV is equal to മൈനസ് GM into R0 മാത്രമാണ്. സോ നമുക്കിവിടെ കാണാം ഗെയിനിൽ ഒരു സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ് ഇവിടെ വന്നിട്ടുണ്ട്. നേരത്തെ എന്തായിരുന്നു? R0 പാരലൽ RD. R0 പാരലൽ RD എന്ന് പറഞ്ഞ വാല്യൂ കുറച്ച് കുറവായിരിക്കും. ഇവിടെ എന്താ? AV is equal to മൈനസ് GM into R0 ആണ്. സോ ഇവിടെ എന്താ? ഗെയിനിൽ ഒരു ഇംപ്രൂവ്മെന്റ്, സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ് ഇവിടെ വന്നിട്ടുണ്ട്. സോ ഈ ഗെയിനിന് നമ്മൾ പറയുന്ന പേരാണ് intrinsic gain. Intrinsic gain. So there is a significant improvement in gain and it is called as intrinsic gain. So it is this intrinsic gain is the maximum obtainable gain for a common source amplifier. അതായത് ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയറിന്റെ കേസിൽ മാക്സിമം ഒബ്റ്റൈനബിൾ ഗെയിൻ ആണ് intrinsic gain which is equal to minus GM into R0. Okay, and it is obtained, എപ്പോഴാണ് ഒബ്റ്റൈൻ ചെയ്തത്? when the current source used is an ideal current source. അതായത് ഡ്രെയിൻ റെസിസ്റ്റൻസിന് പകരം നമ്മൾ ആക്റ്റീവ് ലോഡ് ആയിട്ടുള്ള ഒരു കറണ്ട് സോഴ്സ് യൂസ് ചെയ്തു, ആൻഡ് ദാറ്റ് കറണ്ട് സോഴ്സ് ഈസ് എൻ ഐഡിയൽ കറണ്ട് സോഴ്സ്. ആ യൂസ് ചെയ്ത കറണ്ട് സോഴ്സ് ഐഡിയൽ കറണ്ട് സോഴ്സ് ആയപ്പോഴാണ് നമുക്ക് ഈ ഇൻട്രിൻസിക് ഗെയിൻ ആയ AV is equal to മൈനസ് GM into R0 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടിയത്. സോ ഇറ്റ് ഈസ് ദ intrinsic gain and it is the maximum obtainable gain for a common source amplifier. And if we are using actual current source, നമ്മൾ ഒരു actual current source ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ the current source will be having a finite output resistance. അതായത് നമ്മൾ ഒരു actual current source ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ
നമുക്ക് ആ കറണ്ട് സോഴ്സിന് എന്താ ഒരു ഫൈനൈറ്റ് റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ ഒരു എന്താ ഫൈനൈറ്റ് റെസിസ്റ്റൻസും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ ഫിഗർ വരക്കുകയാണെങ്കിൽ എങ്ങനെ വരും? ആദ്യം VDD, ഓക്കെ, ദെൻ നമുക്ക് ഒരു കറണ്ട് സോഴ്സ് വരക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ കറണ്ട് സോഴ്സ്. ലെറ്റ് ഇറ്റ് ബി I ബയാസ്. ഓക്കെ, ഇതാണ് കറണ്ട് സോഴ്സ്. ഇനി എന്താ ഒരു ഫൈനൈറ്റ് റെസിസ്റ്റൻസ് ആണ്. നേരത്തെ എന്താ ഐഡിയൽ കറണ്ട് സോഴ്സ് ആയതുകൊണ്ട് എന്താ ഇൻഫിനൈറ്റ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ആക്ച്വൽ കറണ്ട് സോഴ്സ് ആകുമ്പോൾ അതിനൊരു ഫൈനൈറ്റ് റെസിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫൈനൈറ്റ് റെസിസ്റ്റൻസ് ഓഫ് ദാറ്റ് കറണ്ട് സോഴ്സ്. ലെറ്റ് ഇറ്റ് ബി R02. അത് R02 എന്ന് നമ്മൾ വിളിക്കുകയാണെങ്കിൽ ഓക്കെ, ദെൻ നമ്മുടെ മോസ്ഫെറ്റ്. ഓക്കെ, ദെൻ ഇവിടെ ഇൻപുട്ട് സോഴ്സ്, AC ഇൻപുട്ട് സോഴ്സ്, ദാറ്റ് ഈസ് VI. ദെൻ ഇവിടെ ഒരു DC സോഴ്സ് VDC. ഓക്കെ, ഇവിടെ ഗ്രൗണ്ട് ആയിട്ടുണ്ട്. ദെൻ സോഴ്സും നമ്മൾ ഗ്രൗണ്ട് ആയിട്ടുണ്ട്. ഓക്കെ, so this is the circuit if you are using an actual current source. നേരത്തെ നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഒരു ഐഡിയൽ കറണ്ട് സോഴ്സ് ആണ്. ഇവിടെ നമ്മൾ ഒരു ആക്ച്വൽ കറണ്ട് സോഴ്സ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ആ സർക്യൂട്ട് നമുക്ക് ഇങ്ങനെ വരക്കാൻ പറ്റും. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് AC ഇക്വലന്റ് നമ്മൾ വരക്കുകയാണെങ്കിൽ എങ്ങനെ വരും? ഇതിന്റെ AC ഇക്വലന്റ് വരക്കുകയാണെങ്കിൽ എങ്ങനെ വരും? ഓക്കെ, നമുക്കറിയാം AC ഇക്വലന്റ് വരക്കുന്ന സമയത്ത് എന്താ എവിടെയൊക്കെ DC സോഴ്സ് ഉണ്ടോ ആ DC സോഴ്സിനൊക്കെ ഗ്രൗണ്ട് ചെയ്യും. ഈ DC സോഴ്സിനെ ഗ്രൗണ്ട് ചെയ്തു. ഇവിടെ ഒരു DC സോഴ്സ് ഉണ്ട്, അതിനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്യണം. ദെൻ എന്താ കറണ്ട് സോഴ്സ് എന്താവും? ഓപ്പൺ സർക്യൂട്ട് ആവും. ഓക്കെ, കറണ്ട് സോഴ്സ് ഓപ്പൺ സർക്യൂട്ട് ആവും. അപ്പൊ ഇവിടെ എന്താ ഈ ഒരു സോഴ്സ് എന്താ ഓപ്പൺ സർക്യൂട്ട് ആവും. ഓക്കെ, സോ അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് AC ഇക്വലന്റ് സർക്യൂട്ട് എങ്ങനെ നമുക്ക് വരക്കാം നോക്കാം. ആദ്യം എന്താ VDD എന്ന് പറയുന്നത് എന്താവും? ഗ്രൗണ്ട് ആവും. ഓക്കെ, VDD എന്ന് പറയുന്നത് ഗ്രൗണ്ട് ആയി. ഓക്കെ, പിന്നെന്താ ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ടായിരുന്നു, ആ കറണ്ട് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് ആക്കി. പിന്നെ ഇവിടെ എന്തോ റെസിസ്റ്റൻസ് R02 ഉണ്ട്. ഓക്കെ, അത് ഇവിടെ വരക്കാണ് R02. ദെൻ നമ്മുടെ മോസ്ഫെറ്റ് വരക്കാണ്. ദെൻ AC ഇൻപുട്ട് സോഴ്സ് VI. പിന്നെ DC ഇൻപുട്ട് സോഴ്സിനെ എന്ത് ചെയ്യും? നമ്മൾ ഗ്രൗണ്ട് ചെയ്യും. ഓക്കെ, then source ground. Okay, so this is the equivalent circuit. This is the equivalent circuit when we are using an actual current source. ഒരു ആക്ച്വൽ കറണ്ട് സോഴ്സ് യൂസ് ചെയ്യുന്ന സമയത്തുള്ള ഒരു equivalent circuit ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Okay, so this is our drain terminal, this is our source terminal, and this is our gate terminal. Okay, fine. Now അതിന്റെ സ്മോൾ സിഗ്നൽ മോഡൽ നമ്മൾ വരക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട് അല്ലേ? AC ഇക്വലന്റ് സർക്യൂട്ട് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ വരച്ച സെയിം സർക്യൂട്ട് തന്നെ ഇവിടെ മാറ്റി വരച്ചേ ഉള്ളൂ. ഓക്കെ, സോ ഈ ഒരു AC ഇക്വലന്റ് സർക്യൂട്ടിനെ ഈ ഒരു AC ഇക്വലന്റ് സർക്യൂട്ടിന്റെ സ്മോൾ സിഗ്നൽ മോഡൽ ഞാൻ വരക്കുകയാണെങ്കിൽ ഓക്കെ എങ്ങനെ വരും? ആദ്യം എന്താ? ആദ്യം ഒരു AC വോൾട്ടേജ് സോഴ്സ്. ഓക്കെ, ദെൻ നമ്മുടെ മോസ്ഫെറ്റ് വരുന്നത് അതിന്റെ സ്മോൾ സിഗ്നൽ മോഡൽ. അപ്പോൾ എന്താ ഇവിടെ എന്ത് വരും? VGS. ഓക്കെ, ദിസ് ഈസ് ദ ഗേറ്റ് ടെർമിനൽ. ഓക്കെ, ദെൻ ഡ്രെയിൻ ടെർമിനലിൽ എന്താ ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്. that will be GM into VGS. ഓക്കെ, ദെൻ ഈ ഒരു മോസ്ഫെറ്റിന്റെ ചാനൽ ലെങ്ത് മോഡുലേഷൻ കൊണ്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ? നേരത്തെ നമ്മൾ അതിനെ R0 എന്നായിരുന്നു വിളിച്ചിരുന്നത്. സോ ഇവിടെ നമ്മൾ R01 എന്ന് വിളിക്കുകയാണ്, R01. ഓക്കെ, ദെൻ ഇവിടെ ഡ്രെയിൻ ടെർമിനലിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ? നമ്മളെ കറണ്ട് സോഴ്സ് മൂലം ഡ്രെയിൻ ടെർമിനലിൽ കറണ്ട് സോഴ്സ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ആക്ച്വൽ കറണ്ട് സോഴ്സ് ആണ്. സോ ഇറ്റ് വിൽ ബി പൊസസിങ് എ റെസിസ്റ്റൻസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് R02. സോ അത് നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം സ്മോൾ സിഗ്നൽ മോഡൽ വരയ്ക്കുന്ന സമയത്ത്. So this is R02. Okay, then this is the output voltage V0, this is Vi. Okay, so ഈ ഒരു കേസിൽ നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഇക്വേഷൻസ് എടുക്കുകയാണ്. Vi is equal to എന്താ? VGS തന്നെയാണ്. ഓക്കെ, then
വി ഔട്ട് ഇസ് ഈക്വൽ ടു ഇവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻറ്റു അവിടെയുള്ള കറണ്ട്. കറണ്ട് എന്താണ് ഇവിടെയുള്ള ഐ ഡി. ഓക്കെ, സോ മൈനസ് ഐ ഡി, ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് മൈനസ് ഐ ഡി ഇൻറ്റു ഇവിടെയുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, R01 പാരലൽ R02 ആണ്. R01 പാരലൽ R02. ഓക്കെ, സോ നമുക്കറിയാം ഐ ഡി എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് ജി എം ഇൻറ്റു വി ജി എസ് ആണ്. മൈനസ് ജി എം ഇൻറ്റു വി ജി എസ് ഇൻറ്റു R01 പാരലൽ R02 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ ഗെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം V0 ബൈ വി ഐ ആണ്. V0 ബൈ വി ഐ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ജി എം ഇൻറ്റു വി ജി എസ് ഇൻറ്റു R01 പാരലൽ R02 ഡിവൈഡഡ് ബൈ വി ജി എസ്. വി ഐക്ക് പകരം വി ജി എസ് എഴുതി. വി ജി എസ് ക്യാൻസൽ ചെയ്ത് പോയി. സോ നമുക്ക് ഗെയിൻ എ വി, വോൾട്ടേജ് ഗെയിൻ എ വി ഇസ് ഈക്വൽ ടു മൈനസ് ജി എം ഇൻറ്റു R01 പാരലൽ R02 എന്ന് എഴുതാം. ഓക്കെ, സോ ഈ R01 എന്ന് പറഞ്ഞാൽ എന്താ, R01 ഈസ് ദ ചാനൽ ലെങ്ത് മോഡുലേഷൻ മൂലം നമ്മുടെ മോസ്ഫെറ്റിൽ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ആണ് R01. ദെൻ R02 എന്ന് പറഞ്ഞാൽ എന്താ, R02 ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ കറണ്ട് സോഴ്സ്. കറണ്ട് സോഴ്സിന്റെ റെസിസ്റ്റൻസ് ആണ് R02. ഓക്കെ, R01 ഈസ് ദ channel length modulation resistance due to for the MOSFET. Okay, so ഇവിടെ നിങ്ങൾക്ക് കാണാം AV is equal to minus GM into R01 parallel R02. അപ്പോൾ നമ്മൾ എന്താ ഐഡിയൽ കറണ്ട് സോഴ്സ് യൂസ് ചെയ്തപ്പോൾ നമുക്ക് എന്തായിരുന്നു ഗെയിൻ കിട്ടിയത്, ഐഡിയൽ കറണ്ട് സോഴ്സ് യൂസ് ചെയ്തപ്പോൾ ഗെയിൻ is equal to minus GM into R0 ആയിരുന്നു. ഓക്കെ, ഇനി എന്താ ഡ്രെയിൻ റെസിസ്റ്റൻസ് യൂസ് ചെയ്ത സമയത്ത് AV is equal to എന്തായിരുന്നു, മൈനസ് GM into R0 പാരലൽ ആർ ഡി ആയിരുന്നു അല്ലേ, R0 പാരലൽ ആർ ഡി ആയിരുന്നു. സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വെൻ വി ആർ യൂസിങ് ആക്ച്വൽ കറണ്ട് സോഴ്സ് അപ്പോഴാണ് നമുക്ക് ഏറ്റവും മാക്സിമം ഗെയിൻ നമുക്ക് കിട്ടുന്നത്. ആക്ച്വൽ കറണ്ട് സോഴ്സ് യൂസ് ചെയ്ത സമയത്താണ് നമുക്ക് ഏറ്റവും മാക്സിമം ഗെയിൻ കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് ഗെയിൻ എന്ന് പറയുന്നത്. സോ ഹിയർ വിൽ ബി ഗെറ്റിംഗ് എ ഗെയിൻ വിച്ച് ഇസ് ലെസ്സർ ദൻ, അതായത് ആക്ച്വൽ കറണ്ട് സോഴ്സ് വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ we will be getting a gain lesser than intrinsic gain. അതായത് intrinsic gainനെക്കാളും കുറഞ്ഞൊരു ഗെയിൻ ആണ് നമുക്ക് ഇവിടെ കിട്ടുക. but it will be more than, ആ gain will be more than when we are using the drain resistance. drain resistance യൂസ് ചെയ്യുമ്പോഴുള്ള ഗെയിനിനെക്കാളും കൂടുതലായിരിക്കും ഈ ഗെയിൻ. ഓക്കെ, gm minus gm into R01 parallel R02, but it will be lesser than intrinsic gain minus gm into R0. ഓക്കെ, സോ ഇവിടെ R01 എന്ന് പറഞ്ഞാൽ എന്താ, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഓഫ് ദ മോസ്ഫെറ്റ് ഡ്യൂ ടു ചാനൽ ലെങ്ത് മോഡുലേഷൻ. R02 എന്ന് പറഞ്ഞാൽ എന്താ, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഓഫ് ദ കറണ്ട് സോഴ്സ്. ഓക്കെ, ആക്ച്വൽ കറണ്ട് സോഴ്സ്. ഓക്കെ, ആൻഡ് ഹിയർ ദ ഗെയിൻ ഈസ് ലെസ് ദാൻ ഇൻട്രിൻസിക് വോൾട്ടേജ് ഗെയിൻ. ഇൻട്രിൻസിക് വോൾട്ടേജ് ഗെയിൻ ആയ മൈനസ് ജി എം ഇൻറ്റു R0 എന്നുള്ളതിനേക്കാളും കുറവായിരിക്കും ഇവിടെയുള്ള വോൾട്ടേജ് ഗെയിൻ, അതായത് മൈനസ് ജി എം ഇൻറ്റു R01 പാരലൽ R02, ബട്ട് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഒബ്റ്റെയിൻഡ് ബൈ യൂസിങ് ഡ്രെയിൻ റെസിസ്റ്റൻസ്. ഡ്രെയിൻ റെസിസ്റ്റൻസ് യൂസ് ചെയ്തപ്പോൾ കിട്ടിയ ഗെയിനേക്കാളും കൂടുതലും ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ വോൾട്ടേജ് ഗെയിൻ വെൻ വി ആർ റീപ്ലേസിംഗ് ദ ഡ്രെയിൻ റെസിസ്റ്റൻസ് ബൈ ആൻ ആക്റ്റീവ് ലോഡ് വിച്ച് ഈസ് എ ആക്ച്വൽ കറണ്ട് സോഴ്സ്. ഓക്കെ, സോ with this I am concluding today's class. Thank you.